കോൺഗ്രസിന്റെ കണിശമായ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും യുവ MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും അതിനെ തുടർന്ന് കോൺഗ്രസ് സ്വീകരിച്ച ശക്തമായ നടപടികളും. ഈ സംഭവം ഒരു വ്യക്തിപരമായ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാതെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെയും സ്ത്രീകളോടുള്ള അവരുടെ നിലപാടുകളെയും കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോൺഗ്രസിന്റെ നിലപാടിനെ മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ചത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ സംഭവം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ സംവാദത്തിനും തുടക്കമിട്ടിരിക്കുകയാണ്. പരമ്പരാഗതമായി പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച വേഗതയും കർക്കശവും തികച്ചും വ്യത്യസ്തമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നടപടികളുടെ വേഗതയും കർക്കശവും ഏറെ ശ്രദ്ധേയമാണ്. ഒരു പരാതി പോലും ഔദ്യോഗികമായി ലഭിക്കുന്നതിന് മുമ്പ് ആരോപണങ്ങൾ ഉയർന്നു വന്ന് 24 മണിക്കൂറിനകം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ രാജിവെപ്പിച്ചു. തുടർന്ന് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ നടപടിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നുമുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കണിശമായ നിലപാടുകളോടെ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ പരാതിയുണ്ടോ എന്ന് അന്വേഷിക്കുകയോ തെളിവുകൾക്കായി കാത്തിരിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ അത്തരം കാലതാമസമില്ലാതെ ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇത് സ്ത്രീകളോടുള്ള കോൺഗ്രസിന്റെ പ്രതിബദ്ധതയുടെയും ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയത്തിന്റെയും സൂചനയാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരെയാണ് നടപടിയെടുത്തത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടി പരിശോധിച്ച ശേഷമാണ് നടപടിയെടുത്തത്. മറ്റുള്ളവർ നടപടിയെടുത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ കുഴപ്പമായിരുന്നു, സതീശൻ പറഞ്ഞു. ഇത് കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുകളിൽ ധാർമ്മിക നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന സന്ദേശമാണ് നൽകിയത്. പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ നടപടി ന്യായീകരിക്കാൻ VD സതീശൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായ CPM, BJP എന്നിവർ സമാനമായ കേസുകളിൽ സ്വീകരിച്ച സമീപനങ്ങളെ താരതമ്യം ചെയ്തു. ഈ താരതമ്യം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഇരട്ടത്താപ്പുകളെ തുറന്നു കാട്ടുന്നു. സതീശൻ CPM-നെതിരെ ഉന്നയിച്ച പ്രധാന ആരോപണം അവർ ലൈംഗികാതിക്രമ കേസുകളിലെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നതാണ്. ഒരു റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുകയാണ് CPM ചെയ്യുന്നത്. ഒരു റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുകയാണ് CPM ചെയ്യുന്നതെന്നും ഒരു റേപ്പ് കേസിലെ പ്രതി കൈ പൊക്കിയിട്ടാണ് MP രാജേഷ് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പ്രസ്താവനകൾ CPM-ലെ ചില നേതാക്കൾക്കെതിരെ മുൻപ് ഉയർന്നു വന്ന ആരോപണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ നിരവധി CPM നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവർ സ്ഥാനങ്ങളിൽ തുടരുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ആരോപണ വിധേയരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ CPM വനിതാ നേതാക്കൾ പോലും ശബ്ദമുയർത്താൻ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. BJP-ക്കെതിരെയും സതീശൻ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. പോക്സോ കേസിലെ പ്രതിയെ ഉന്നതാധികാര സമിതിയിലിരുത്തിയ BJP-യുടെ നിലപാട് ചൂണ്ടിക്കാട്ടി. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവരെയൊക്കെ ചൂണ്ടിക്കാണിക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത്തരം വാദങ്ങളൊന്നും ഉന്നയിക്കാതെ സ്വന്തം പാർട്ടിയിലെ നേതാവിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് ധൈര്യം കാണിച്ചു. ഈ താരതമ്യത്തിലൂടെ സതീശൻ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും ആരോപണ വിധേയരെയും സംരക്ഷിക്കുന്ന പ്രവണതയെ തുറന്നു കാട്ടുക എന്നതാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടി തങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ പാർട്ടിക്ക് മുകളിൽ സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു. സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് മനോരോഗമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. സൈബർ ആക്രമണങ്ങൾ തുടങ്ങി വെച്ചത് CPM ആണെന്നും അദ്ദേഹം ആരോപിച്ചു. വനിതാ മാധ്യമ പ്രവർത്തകരെയും മറ്റ് വനിതാ നേതാക്കളെയും CPM സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച സംഭവങ്ങളെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സൈബർ ഒരു സ്ത്രീ പോലും ആക്രമിക്കപ്പെടരുതെന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ സ്ത്രീകളോടുള്ള പാർട്ടി നിലപാടിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ഒരു സാമൂഹിക വിപത്താണെന്നും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി നേരിടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് സ്വീകരിച്ച ഈ നടപടി കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നുണ്ടോ? പല കാരണങ്ങൾ കൊണ്ടും ഈ സംഭവം നിർണായകമാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങളിൽ തങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കും.
ശ്രമിക്കാറുണ്ട്. എന്നാൽ കോൺഗ്രസ് വേഗത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നടപടി സ്വീകരിച്ചു. ഔദ്യോഗികമായി ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി നടപടി സ്വീകരിച്ചു. ഇത് പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരുത്തിയേക്കാം. ഈ നടപടി കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ്. ഇനി അങ്ങോട്ട് ഇത്തരം വിഷയങ്ങളിൽ പഴയതുപോലെ ഒളിച്ചോടാൻ സാധിക്കില്ല. ജനങ്ങളും മാധ്യമങ്ങളും കൂടുതൽ ജാഗരൂകരായിരിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ധാർമ്മികത മുറുകെ പിടിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിന് ഈ നടപടിയിലൂടെ കഴിഞ്ഞു. ഇത് പാർട്ടിയുടെ പൊതുജന ഇമേജ് മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഷാഫി പറമ്പിൽ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഈ നടപടിയെ സ്വാഗതം ചെയ്തത് പാർട്ടിയിൽ ഈ തീരുമാനത്തിന് ഐക്യമുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിനെ ഭയമില്ലെന്നും കോൺഗ്രസിന്റെ നിലപാട് എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും ബാധകമാണെന്നും നേതാക്കൾ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ കോൺഗ്രസ് നിലപാട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും വഴി തുറക്കും. ഈ നടപടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ധാർമ്മിക സമ്മർദ്ദവും സൃഷ്ടിക്കും. ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അവരും നിർബന്ധിതരായേക്കാം. വനിതാ നേതാക്കളും പൊതുപ്രവർത്തകരും ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ധൈര്യത്തോടെ മുന്നോട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസം ഇത് നൽകിയേക്കാം. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിട്ടേക്കാം. യുവ നേതാക്കൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും നിർബന്ധമാക്കിയേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് നടപടിക്ക് പിന്നാലെ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. പാർട്ടിയിലെ ചില നേതാക്കൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇത് പാർട്ടിയിലെ വലിയ പ്രതിസന്ധിക്ക് കാരണമായേക്കാം എന്ന ഭയം നേതൃത്വത്തിനുണ്ടായിരുന്നു. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചാൽ അത് മറ്റു നേതാക്കൾക്കും ബാധകമാകുമെന്നതിനാൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ കൂടുതൽ കർശനമായ നിലപാടുകളിലേക്ക് കടന്നില്ല. ഈ വൈരുദ്ധ്യം പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുറന്നു കാട്ടുന്നു. എങ്കിലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നടപടി കേവലം ഒരു MLAക്കെതിരെ എടുത്ത നടപടി മാത്രമല്ല, അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മികവും സാമൂഹികവുമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഒരു പുതിയ സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. എങ്കിലും ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഒരു യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ എല്ലാ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ്.